കുന്നുകുളം പെരുമ്പാവിൽ ആന ഇടഞ്ഞുവെന്ന വാർത്ത വരുന്നുണ്ട്. പുതിയഞ്ചേരിക്കാവ് ക്ഷേത്രോത്സവത്തിനെത്തിച്ച കൊമ്പനാണ് ഇടഞ്ഞത്. നമുക്ക് ലിഷോയിലേക്ക് പോകാം. അതിനു മുൻപ് ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. ചെക്കന്മാരെ ജീവൻ പോയിക്കോട്ടാ. പുഞ്ചരിക്കാവ് പുറത്തിന്റെ ആന തെറ്റിക്കാട്ടത്. ആ കാറ് കുത്തി പൊളിച്ചത് ആളിറങ്ങി. ആ കാറിൽ ആളിരിക്കുന്നുണ്ടോ? ആ കുത്തി അങ്ങ് നീക്കിക്കൊണ്ടായി. കാറ് കുത്തി അങ്ങ് നീക്കിക്കൊണ്ടായി. പടച്ചനെ വീടുമ്പൊക്കൊന്നും വരാതെ മതിലൊക്കെ കൊണ്ട് പോയി. അജാല് കണ്ണട ജനൽ മണ്ണ എടുത്തിട്ട് ജനൽ മജൽ കണ്ണാടിന് എടുത്തിട്ട് ലിഷോയ് തുടരുന്നുണ്ട്. ലിഷോയ്, ഇപ്പൊ ആ ആനയുടെ കാലിലെ ചങ്ങലയിൽ ആ സ്കൂട്ടർ കുടുങ്ങിയത് നമുക്ക് കാണാം. ആനയെ ഇപ്പോൾ മെരുക്കിയോ? തീർച്ചയായും ഇടഞ്ഞ ആനയെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ട് കുന്നംകുളത്തു നിന്നുള്ള എലിഫന്റ് സ്ക്വാഡ് അടങ്ങുന്ന സംഘമാണ്, അതുപോലെ തന്നെ പാപ്പാന്മാരും ഉൾപ്പെടുന്ന സംഘമാണ് നിലവിൽ ആനയെ ഇടഞ്ഞ ആനയെ കളക്ട് ആനയെ അവിടെ നിന്നും മാറ്റാനായുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തത്. കുന്നംകുളം പെരുമ്പിലാവിലാണ്. പെരുമ്പിലാവ് പുതിയഞ്ചേരിക്കാവ് ക്ഷേത്രോത്സവത്തിനിടെയാണ് ചെറുമ്പേറ്റ് നിൽക്കുന്ന കൊമ്പനാണ് ഇടഞ്ഞത്. അഴിനിക്കുളത്തെ മഹാദേവൻ എന്ന ആനയാണ് ഇന്ന് വൈകുന്നേരം 5:30 ഇടഞ്ഞത്. ഏകദേശം അരമണിക്കൂറോളം ഈ മേഖലയിലെല്ലാം തന്നെ പരിപാടി നടത്തി ആന ഇടഞ്ഞോടിയ ആന ആ ക്ഷേത്ര പരിസരത്ത് നിന്നും സൈഡ് റോഡിലേക്ക് കടക്കുകയും അവിടെ ഉണ്ടായിരുന്ന ബൈക്കും അതുപോലെ തന്നെ കാറും എല്ലാം തന്നെ മറിച്ചിടാനായുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അതിനിടയിലാണ് കാണുന്ന ഈ ആനയുടെ പിൻകാലിലെ ചങ്ങലയിൽ ഈ ബൈക്കിന്റെ ഒരു ഭാഗം കുടുങ്ങുകയും അത് വലിച്ചു കൊണ്ടുപോകുന്നതും എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആനയെ പിന്നീട് അധികം വൈകാതെ തന്നെ തളയ്ക്കുകയും ചെയ്തു. ആളുകൾക്ക് നേരെയൊന്നും ആക്രമണം ഉണ്ടായില്ല എന്നുള്ള ആശ്വാസകരമായ കാര്യമാണ്. കാരണം ഈ ഉത്സവത്തിന് തിടമ്പേറ്റ് നിൽക്കുന്ന സമയത്തായതിനാൽ തന്നെ നിരവധി ആൾ ആ പരിസരത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കും തന്നെ മറ്റ് പരിക്കുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാത്തത് ആശ്വാസകരമായ കാര്യമാണ്. നിലവിൽ ആനയെ തളച്ചു.